ഹായ്, വെൽക്കം ടു ക്രാഫ്റ്റ് ട്രീ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബുക്ക് മാർക്കാണ് കോർണറിൽ വെക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഒരു സ്ക്വയർ പേപ്പറാണ് വേണ്ടത്. ഇതാ ഈ കാണുന്നതാണ് ബുക്ക് മാർക്ക്, 3 പെറ്റൽസ് വരുന്ന ബുക്ക് മാർക്ക്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് വലിയ പേപ്പർ വേണ്ട. കാര്യം വലിയ പേപ്പർ ആകുമ്പോൾ നമുക്ക് വലിയ ബുക്ക് മാർക്കാണ് ഉണ്ടാകുന്നത്. സോ നമുക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്ത് പേപ്പറും ആയിക്കോട്ടെ, ആ പേപ്പറിനെ സ്ക്വയർ ആക്കാം. അപ്പം സ്ക്വയർ ആക്കാനായിട്ട് കോർണറിൽ മടക്കുക. നിങ്ങളുടെ മാഗസിൻ്റെ ആ പേപ്പർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ്, നല്ല കളർഫുള്ളായിട്ട് വരുന്ന പിക്ചേഴ്സ് എല്ലാം നമുക്ക് എടുക്കാം. ഇതാ ഇതുപോലെ സ്ക്വയർ ആക്കുക. ഓക്കെ, അപ്പം ഈ ഒരു സ്ക്വയർ നമ്മൾ ഡയഗണലി മടക്കുക. തിരിച്ചും അവിടെ ഒരു ക്രീസ് കൊണ്ടുവന്നു, തിരിച്ചും അതുപോലെ തന്നെ ഡയഗണലി മടക്കുക. ടിപ്പെല്ലാം കറക്റ്റായിട്ട് വരണം, അല്ലാന്നുണ്ടെങ്കിൽ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. മടക്കി ഇതുപോലെ ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും മടക്കുക. ഓരോ മടക്കുമ്പോഴും ടിപ്പ്, 2 സൈഡ് ടിപ്പും കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. ഓപ്പൺ ചെയ്തു. ഇനി ബ്ലിസ് ഫോൾഡ് നമ്മൾ ചെയ്യാൻ പോവാം. ബ്ലിസ് ഫോൾഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ബ്ലിസ് ഫോൾഡ് അല്ല, 3 ഭാഗത്ത് മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. 3 ഭാഗത്ത് ചെയ്യും. അതിനുശേഷം പേപ്പർ നേരെ ടേൺ ചെയ്യുക. ടേൺ ചെയ്തിട്ട് ഈ ഒരു എഡ്ജ് മാത്രം നേരെ റിവേഴ്സിൽ ഫോൾഡ് ചെയ്യുക. കണ്ടോ? ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം നേരെ തിരിച്ച് ഈ ഒരു കോർണറിലേക്ക് ഫോൾഡ് കൊണ്ടുവരിക. ഓരോ ഫോൾഡിലും നല്ല ക്രീസ് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഫോൾഡ് നമുക്ക് പറ്റത്തില്ല. നന്നായിട്ട് മടക്കുക. കറക്റ്റ് എഡ്ജൊക്കെ ഒരുപോലെ വരുന്ന പോലെ മടക്കുക. അതിനെ നമ്മൾ തുറന്നു. കണ്ടോ? ഇനി ഇതിനെ നമ്മൾ വാട്ടർ ബോം ഫോൾഡിലേക്ക് നമ്മൾ മാറ്റുവാണ്. സോ ഈ 2 ഹൊറിസോണ്ടൽ ലൈനെയും സെൻറ്ററിലേക്ക് കൊണ്ടുവരിക. കൊണ്ടുവന്ന് സെൻറ്ററിൽ വെച്ചിട്ട് ഇതിനെ ഈ കോർണർ നോക്കുക, പ്രസ് ചെയ്ത് വാട്ടർ ബോം ഫോൾഡ് ചെയ്യും. ഇങ്ങനെ വാട്ടർ ബോം ഫോൾഡ് എത്തിക്കഴിഞ്ഞിട്ട് ഈ ഒരു പെറ്റലിനെ, ഈ ഫസ്റ്റ് പെറ്റലിനെ നമ്മൾ ഈ സൈഡിലേക്ക് ഓപ്പൺ ചെയ്തിടുക. എന്നിട്ട് ഇതിനെ സെൻറ്ററിലേക്ക് മടക്കുക. ഫോൾഡ് ചെയ്തു, അതിനെ റിവേഴ്സിൽ കൊണ്ടുവന്നു, എന്നിട്ട് അതിനെ ഓപ്പൺ ചെയ്തു. തിരിച്ചും ഇപ്പുറത്തേതും അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് അകത്തേക്ക് ഫോൾഡ് കൊടുക്കുക. ഓരോ ക്രീസും നന്നായിട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്കെയിലിട്ടിട്ട് ക്രീസ് ചെയ്യുക. ഇങ്ങനെ ക്രീസ് ചെയ്തു. അതിനുശേഷം ഇതിനെ തുറക്കുക. ഇവിടെ ഒരു പെറ്റലായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇതാ കണ്ടോ? ഇതുപോലെ ഈ സൈഡ് കണ്ടോ? നമ്മൾ അകത്തോട്ട് മടക്കിയത് ഇതിനെ ഈ സൈഡിലേക്ക് തുറന്ന് ഇപ്പുറത്തേക്ക് വെക്കുക. ഓക്കെ, ഇനി അടുത്തത് ഈ ഫോൾഡിനെ ഈ എഡ്ജിലേക്ക് കൊണ്ടുവന്ന് സ്റ്റിക്ക് ചെയ്യുക. കറക്റ്റ് ആ ഒരു പ്ലേസ്. അപ്പം ഇതിങ്ങനെ മൂവ് ചെയ്ത് കൊണ്ടുവന്ന്, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഫോൾഡായിട്ടുണ്ടാകും. കറക്റ്റ് ആ ഒരു പൊസിഷനിൽ കൊണ്ടുവന്നിട്ട് അവിടെ പ്രസ് ചെയ്യും. എന്നിട്ട് തൊട്ടടുത്തതാ ഈ ഫോൾഡ് ഉണ്ടല്ലോ, ഈ ഫോൾഡിനെ തിരിച്ചു മടക്കി നടുക്കോട്ടും കൊണ്ടുവരിക. ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ ഒരു ഫോൾഡിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലും കൊണ്ടുവന്ന് അവിടെ പ്ലേസ് ചെയ്തു. ഇതൊരു സ്ക്വയർ പോലെ ഇവിടെ നിൽക്കും. ഇനി അതേപോലെ തന്നെ സെയിം തിങ് ഇപ്പുറത്തെ സൈഡും റിപ്പീറ്റ് ചെയ്യാം. ഓപ്പൺ ചെയ്ത്
ഈ ഒരു ഫോൾഡിനെ കറക്റ്റ് അകത്തേക്ക് കയറ്റി ഫോൾഡ് ചെയ്തു. തിരിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഫോൾഡിനെ നേരെ റിവേഴ്സ് ആക്കി ഈ കോർണറിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് ഫോൾഡ് ചെയ്തു. ഓക്കെ, ഇത് ഇത്രയും ആയി. ഇനി അടുത്തത് ഈ ഓരോ കോർണറും മുകളിലേക്ക് മടക്കുക, കുഞ്ഞായിട്ട് ഓരോന്നും. ഇതുപോലെ 6 പോയിൻറ്റ്സും അതുപോലെ തന്നെ നമ്മൾ മടക്കി. ഇനി ഓരോ പോയിൻറ്റിനെയും റിവേഴ്സ് ഫോൾഡ് ആക്കുക, അകത്തേക്ക് കയറ്റുക, ഇൻസൈഡ് റിവേഴ്സ് ഫോൾഡ്. ഇതിൻ്റെ ബേസിക്സിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് കാണാത്തവർ അതൊന്ന് എടുത്ത് കാണുക. അപ്പോൾ ബേസിക് ഫോൾഡുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ പേരും എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടോ? ഇത്രയേ ഉള്ളൂ. നമ്മുടെ പെറ്റൽ ബുക്ക് മാർക്ക് റെഡിയായി. ഇതാ ഇതിൻ്റെ ബാക്കിൽ ഒരു പോക്കറ്റ് ഉണ്ട്, കണ്ടോ? ഈ ഒരു പോക്കറ്റിലേക്ക് നമുക്ക് ബുക്കിൻ്റെ ഒരു പേജ് കയറ്റി വെക്കാം. ഇതാ നല്ല നീറ്റായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ബുക്ക് മാർക്ക്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ട്രൈ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇനി ഇതുപോലുള്ള വീഡിയോസിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും പ്രസ് ചെയ്യുകയും വേണം.